ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ കുറേ പേർക്കുള്ള സംശയമാണ്, നമുക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ സാലറിയുടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ലോൺ കിട്ടണമെങ്കിൽ സാലറിയുടെ ആയിരിക്കണം, അങ്ങനെ കുറേ സംശയങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മിക്ക ആൾക്കാരും ഫ്രീലാൻസിങ്ങും അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്യണ ഒരു സമയമാണ് ഇപ്പോൾ, പ്രത്യേകിച്ച് പാർട്ട് ടൈം ആയിട്ടും അങ്ങനെ കുറേ ആയിട്ട്. ഇപ്പോൾ മിക്ക ആൾക്കാരും, അതായത് മെജോറിറ്റി ആൾക്കാരും ഇപ്പോൾ ഒരു സ്വന്തമായിട്ട് ഫ്രീലാൻസിങ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു സെൽഫ് എംപ്ലോയ്ഡ് ആളാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോർമലി അറിയായിരിക്കും, നമ്മുടെ 2024 പകുതി തൊട്ട് തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ അപ്രൂവൽ റേറ്റൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചു. അപ്രൂവൽ ചെയ്ത് തരുന്നതിന് ഭയങ്കര ക്രൈറ്റീരിയയും അതുപോലെ തന്നെ ടെസ്റ്റ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബാങ്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ RBIയുടെ ഇടപെടൽ കാരണം ഇപ്പോൾ അത്യാവശ്യം നല്ല ഷോക്കാണ് ക്രെഡിറ്റ് കാർഡ് അപ്രൂവൽ ആവണം, അപ്രൂവായിട്ട് കിട്ടാൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, കുറേ കാർഡുകളൊക്കെ അവർ ഇപ്പോൾ HSBCയുടെ കാർഡൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു സാലറി അയാൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് എല്ലാ കാർഡുകൾക്കും 2 പേർക്കായാലും അപ്ലൈ ചെയ്യാം. അതിന് ചിലപ്പോൾ പ്രൂഫുകളും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് ആളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് അപ്രൂവൽ കിട്ടാനുള്ള 2-3 കാർഡുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, ഓൾറെഡി നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ 3 ഷോർട്ടായിട്ട് തന്നെ കാർഡുകളുടെ കാര്യം പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് അതായത് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇടയ്ക്ക് എക്സ്ട്രാ സർട്ടിഫിക്കേഷൻ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ സെബിയുടെ സർട്ടിഫിക്കേഷൻ ഞാൻ റീസെൻ്റ്ലി NISM സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കി ഞാൻ ഡീറ്റെയിൽസ് കാണാനൊക്കെ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാണാനൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്പോർട്ടുന്നുണ്ട്. നമ്മുടെ 3ാമത്തെ ചാനൽ GSH വേൾഡ് കാണുന്നവർ കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ HDFC ബാങ്കിൻ്റെ ബിസിനസ് ക്രെഡിറ്റ് കാർഡുകളാണ്. ഒരു 4-5 കാർഡുകളുണ്ട് ബിസിനസ് ക്രെഡിറ്റ് കാർഡ് കാറ്റഗറിയിൽ വരുന്നത്. അതിൽ ഏറ്റവും എൻട്രി ലെവൽ കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടുള്ള, നിങ്ങളൊരു പ്രത്യേകിച്ച് നിങ്ങൾക്ക് ITR ഒക്കെ ഉണ്ടെങ്കിൽ 4 ലക്ഷത്തിൻ്റെ മുകളിൽ ITR ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് അപ്രൂവൽ ആവുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഓൾറെഡി ഒരു HDFC ബാങ്ക് കസ്റ്റമർ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. അതായത് ഓൾറെഡി അവർക്ക് അക്കൗണ്ടോ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ സുഖമായിട്ട് സാധനം കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ ഓൾറെഡി അക്കൗണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം പ്രീ അപ്രൂവ് ആയിട്ട് ഓഫർ വരുന്നുണ്ട്. അപ്പോൾ ബിസിനസ് ക്രെഡിറ്റ് കാർഡ് നോക്കാൻ മറക്കണ്ട. ഇപ്പോൾ പോരാത്തതിന് അതിൻ്റെ എൻട്രി ലെവൽ കാർഡ് ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട. 2ാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ എഡ്ജ് CSB റൂപേ ക്രെഡിറ്റ് കാർഡാണ്. നമ്മുടെ ജൂപ്പിറ്ററിൻ്റെ എഡ്ജ് CSB ക്രെഡിറ്റ് കാർഡാണ്. നമ്മുടെ കാത്തോലിക് സിറിയൻ ബാങ്കായിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു UPI ക്രെഡിറ്റ് കാർഡാണ്, റൂപേയിൽ വരുന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഇതിന് ഫിസിക്കൽ കാർഡ് നമുക്ക് കിട്ടും, ലൈഫ് ടൈം ഫ്രീ കാർഡ് തന്നെയാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിവാർഡ് കാറ്റഗറി എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര വീഡിയോ ആയിട്ട് സംഭവം ഞാൻ പറയില്ല. ഇതിൻ്റെ ഈ കാർഡിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ നമുക്കിത് ഒരു എന്താ പറയുക, QR കോഡ് സ്കാനിങ് ആണല്ലോ. പക്ഷേ നമ്മളൊരു 40% സ്ഥലത്തും ഇതിൻ്റെ QR കോഡ് വർക്ക് ചെയ്യില്ല. അങ്ങനെ കുഴപ്പത്തിലുണ്ട്. ഈ കാർഡ് ഞാൻ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഈ കാർഡിനുണ്ട് കേട്ടോ. പക്ഷേ എടുത്തു വെക്കാനായിട്ട് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ലിമിറ്റും കിട്ടുന്നുണ്ട്. നമുക്ക് സിബിൽ സ്കോറും അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അപ്രൂവലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈസി പരിപാടിയാണ്, വീഡിയോ KYC മാത്രം ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ പിൻകോഡ് സർവീസബിൾ ആണെങ്കിൽ പിന്നെ സാധനം സുഖമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ ജൂപ്പിറ്ററിൻ്റെ ഓൾറെഡി യൂസർ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അല്ലാത്തവർക്കും കിട്ടും കേട്ടോ, യൂസർ ആണെന്നില്ല, അല്ലാത്തവർക്കും കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് 2ാമത്തെ കാർഡ്, CSB എഡ്ജിൻ്റെ റൂപേ ക്രെഡിറ്റ് കാർഡ് കേട്ടോ, ജൂപ്പിറ്റർ. 3ാമത്തേന്ന് പറയുന്നത് നമ്മുടെ യെസ് ബാങ്കിൻ്റെ റിയോ റൂപേ ക്രെഡിറ്റ് കാർഡ്. ഇതൊരു വിർച്വൽ ക്രെഡിറ്റ് കാർഡ് മാത്രമേ ഉള്ളൂ, ഇതിന് ഫിസിക്കൽ കാർഡൊന്നും കിട്ടില്ല. പക്ഷേ ലൈഫ് ടൈം ഫ്രീ സാധനം തന്നെയാണ്. ഒരു UPI ക്രെഡിറ്റ് കാർഡാണ് യെസ് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. യെസ് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഇഷ്ടം പോലെ കോബ്രണ്ടർ ക്രെഡിറ്റ് കാർഡുകൾ ഇപ്പോൾ UPIൻ്റെ സൈഡിൽ വരുന്നുണ്ട്. അതിൽ അത്യാവശ്യം കുഴപ്പമില്ല. നമ്മുടെ ഫീ കാർഡൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ANQ ഫീ കാർഡൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അവർ ഫീ കാർഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അപ്രൂവൽ ആയിട്ട് സാധനം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിവിൽ സ്കോർ ഉണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം സുഖമായിട്ട് തന്നെ അപ്രൂവൽ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കാർഡാണ്, കൺസിഡർ ചെയ്യാവുന്ന കാർഡാണ്. അത്യാവശ്യം എന്താ പറയുക, ലിമിറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ ഈ 3 കാർഡ് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ സെറ്റപ്പിൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലിങ്കോടെ അപ്ലൈ ചെയ്യാൻ നോക്കാൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലായി കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.